ഒട്ടിക്കാതെ കിട്ടുമ്പോൾ അത്രയും നല്ലതല്ലേ. പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ പറ്റുമല്ലോ. നമുക്ക് ഒരുമിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ലെങ്ത് അറിയാം. അപ്പം മറ്റേ സൈഡിൽ എന്തോ പോലെ തകരാറ് വന്നു. അങ്ങനെ ഞാൻ രണ്ടും കൂട്ടി ഒരുമിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യായിരുന്നു. തകരാറുകളെല്ലാം എടുത്ത് മാറ്റണം എന്ന് എനിക്ക് ഒറ്റ ഉറപ്പുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒട്ടിക്കാനൊക്കെ നോക്കി, പക്ഷേ ഇതധികം വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് സെല്ലോ ടേപ്പ് തന്നെയായിരുന്നു. ഗ്ലൂ കൊണ്ട് ഞാൻ അധികമൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ നമുക്ക് ഇനി പേപ്പറിൻ്റെ പോർഷൻ കട്ട് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ആ ബോക്സ് അവിടെ വെച്ചിട്ട് വേണം ലെങ്ത്ത് നോക്കണമെങ്കിൽ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ പോയിട്ട് എടുത്തു. ലാസ്റ്റ് കവർ ചെയ്തു. അപ്പോൾ ഞാൻ പെൻസിൽസൊക്കെ എടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ പെൻസിൽ ഒരു സെക്ഷനിലും സ്കെച്ചുകൾ വേറെ പെൻസിലുമാണ്. ഇപ്പോൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്കെച്ചുകളിലൊന്നല്ലാതെ പേനകൾക്കാണ് കേട്ടോ. പേനകൾ വെക്കാൻ ഇവിടെ ഓർഗനൈസർ ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഇതുണ്ടായിരുന്നു. എന്നാൽ ഞാനായിട്ട് ഓർഗനൈസർ ഉണ്ടാക്കി. സ്കെച്ചോ പെൻസിലും വേർപെരുത്തി വെക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അടിപൊളി ഓപ്ഷനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫോട്ടോ കാണണ്ടേ, ഫോട്ടോ കാണാൻ ഇപ്പോൾ വരും ഗൈസ്. അപ്പോൾ അതേ ഞാനിങ്ങനെ വെക്കാം. രണ്ട് സൈഡിൽ വെച്ച് ലെങ്ത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയാത്തത് കൊണ്ട് നോക്കി. അപ്പോൾ നമുക്ക് വേർപെടുത്തി വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വകയ്ക്ക് ക്യൂട്ട്നെസ് ആയിട്ടിട്ട്. അപ്പോൾ ഇതാണ് ഓർഗനൈസർ. അപ്പോൾ ഇന്നത്തെ ബൈ.